ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതേ നമ്മളെ ഗിയർ വണ്ടികൾ അഥവാ ഗിയർ മോട്ടോർ സൈക്കിള് എങ്ങനെ നമുക്ക് തുടക്കക്കാരെ പഠിച്ചു തുടങ്ങാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമുക്കിത് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ ഗിയറിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്കൂട്ടി അതേപോലെ തന്നെ ചെറിയ വണ്ടികളിൽ എന്ത് ചെയ്യുക, നമുക്ക് ബാലൻസ് ആക്കാൻ നോക്കാം. ഓക്കെ, ബാലൻസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഗിയർ വണ്ടികൾ ഓടിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ബാലൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടത്. സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഹാൻഡിൽ എന്ന് പറയുന്നതിന് ബാലൻസ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, സ്കൂട്ടിയിലൊക്കെ എന്ത് ചെയ്യുക, ഹാൻഡിലൊന്ന് ബാലൻസ് ചെയ്തിട്ട് ക്ലിയർ ആക്കാം. ഓക്കെ, സാധാരണ നമ്മൾ സ്കൂട്ടിയിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആ രീതിക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അഥവാ നമ്മൾ സാധാരണ സ്കൂട്ടി ഓടിക്കുന്നതും ഗിയർ ഓടിക്കുന്നതിനും ഒരേ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് സ്പീഡ് കൂടണമെങ്കിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് പോകണം. ഓക്കെ, ഇതിൽ ഗിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് നമ്മളെ കയ്യിലായിരിക്കില്ല, നമ്മളെ കാലിലായിരിക്കും എന്നുള്ളതിന് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഗിയറും അതേപോലെ തന്നെ നമ്മളെ സ്കൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് തുടങ്ങിയാലോ, എങ്ങനെയാണ് നമുക്ക് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കാം, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഗിയറുള്ള വണ്ടികൾ ഓടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കാരണം ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരിക്കും. ആ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? നമുക്കിന്ന് നമ്മളടുത്തുള്ള വണ്ടി എന്ന് പറയുന്നത് ബോക്സറാണ്. ഓക്കെ, ബോക്സറാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി ഏകദേശം CT100 അല്ലെങ്കിൽ M80 അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളായിരിക്കും നമ്മൾ ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെറിയ വണ്ടിയിൽ തന്നെ തുടങ്ങാം, എങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹെൽമെറ്റ് എന്തായാലും ധരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് മസ്റ്റാണ്. ഹെൽമെറ്റ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗിയറിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഓരോ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ, ഏത് ബൈക്ക് ആയിക്കോട്ടെ, ഏതൊരു വണ്ടി ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം സിസ്റ്റം അല്ലെങ്കിൽ ഗിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അഥവാ ഗിയർ ഇടുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ കമ്പനിക്ക് ഓരോ രീതിക്കുള്ള ഗിയറിംഗ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗിയർ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ രീതിക്കാണ് ഗിയർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ട് രണ്ടാമത്തെ ഗിയർ എന്ന് പറയുന്നത് ചില വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ആയിരിക്കും, ചില വണ്ടികൾക്ക് ബാക്കിലോട്ടായിരിക്കും. അങ്ങനെ ചെറിയ ചേഞ്ചുകൾ വരാറുണ്ട്. സോ അത് ഏതാ വണ്ടിയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഗിയർ ഇടാൻ ശ്രമിക്കുക. ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളടുത്തുള്ളത് ബോക്സറാണ്. ഞാൻ ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ഓക്കെ, വണ്ടി ആദ്യം ന്യൂട്രലാണോ എന്ന് നോക്കാം. ഓക്കെ, വണ്ടി ന്യൂട്രലാണോ എന്ന് ശ്രദ്ധിക്കുക. ന്യൂട്രലായതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യണ ഇതിൽ കിക്കർ വെച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഷെൽഫുള്ള വണ്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെൽഫ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് കിക്കറാകൊണ്ട് തന്നെ കിക്കർ അടിക്കണം. അപ്പോൾ ഞാൻ കിക്കർ കാണിച്ചു തരാം എങ്ങനെ അടിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ കിക്കർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതിലൊന്ന് അമർത്തി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ചാവി ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം കിക്കർ അടിക്കാം. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത്, സാധാ സ്കൂട്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വണ്ടി പോകണമെങ്കിൽ ഫസ്റ്റ് ഗിയറിലോട്ട്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ക്ലച്ച് പിടിക്കുക. ഓക്കെ, ക്ലച്ച് നന്നായിട്ട് പിടിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഇതിൽ ഗിയർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ വണ്ടിയിൽ ഗിയർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗിയറും താഴോട്ടാണ്, അതാ ഫ്രണ്ടിലോട്ടാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറയുന്നതൊക്കെ മുന്നിലോട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ന്യൂട്രലോടെ ഒന്നുകൂടി ആക്കി, ഞാൻ ഗിയർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീട്ടിൽ ആക്കി. ഇപ്പോൾ അതാ ന്യൂട്രലാണ്. ന്യൂട്രലായി കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോകില്ല, അവിടെ തന്നെ നിൽക്കും. സോ ഞാൻ ഇനി ഫസ്റ്റിക്ക് ഇടണം, എനിക്ക് ഇനി വണ്ടി മൂവ് ചെയ്യണം. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ക്ലച്ച് പിടിച്ചു. ഓക്കെ ആണല്ലോ? ക്ലച്ച് ആദ്യം പിടിക്കുക. അതിനുശേഷം ഫസ്റ്റിലോട്ട് ഇടാം. ഫസ്റ്റ് ഗിയറിൽ ഫ്രണ്ടിലോട്ട് തട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓരോ വണ്ടിക്ക് ഓരോ രീതിക്കാണ്. അപ്പോൾ ആ വണ്ടീനനുസരിച്ച് ഓടിക്കാൻ ശ്രമിക്കുക. ഗിയർ മാറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാറ്റം ഉണ്ടാവുക, ബാക്കിയൊക്കെ ഒരേപോലെയാണ്. അതിനുശേഷം ഞാൻ ക്ലച്ച് വിടുകയാണ്. ക്ലച്ച് ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് വിടരുത്. പെട്ടെന്ന് വിട്ടാൽ വണ്ടി ഓഫാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലച്ച് എപ്പോഴും പതുക്കെ വിടാൻ പാടും. ഓക്കെ, ഇപ്പോൾ ഞാൻ വെറുതെ ഫസ്റ്റിലിട്ടിട്ട് വെറുതെ ക്ലച്ച് വിട്ടപ്പോൾ വണ്ടി എന്ത് ചെയ്തു, ഓഫായി. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും എന്ത് ചെയ്യുക, ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇതേപോലെ തന്നെ അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, വേഗം ന്യൂട്രലിലേക്ക് ഇടുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഫസ്റ്റിലോട്ട് ഇടാണ്. ഫസ്റ്റിലോട്ട് ഇട്ടു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ക്ലച്ച് വിടാം. ഓക്കെ,
പതുക്കെ ക്ലച്ച് വിടുക. ക്ലച്ച് വിടാൻ ശ്രദ്ധിക്കണം, പതുക്കെ വിടണം ക്ലച്ച്. ഓക്കെ, വണ്ടി മൂവ് ചെയ്യണ വരെ, അഥവാ അതാ ചെറുതായിട്ട് മൂവ് ചെയ്യണുണ്ടോ. ഓക്കെ, ഈ സമയത്ത് എന്ത് ചെയ്യുക, ലേശം കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് ആക്സിഡൻറ്റ് കൊടുക്കുക. വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് വിടും. ഓക്കെ ആണല്ലോ. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മളെ ഗിയർ എന്ന് പറയുന്നത് കാലിലാണ്, അതേപോലെ തന്നെ നമ്മളെ ബ്രേക്ക് എന്ന് പറയുന്നതും കാലിലാണ്. ഓക്കെ, കാലിൽ അഥവാ ബ്രേക്ക് പെഡൽ എന്ന് പറയുന്നത് കാലിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പതുക്കെ വിടാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. ഓക്കെ, നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലത്തെ കാല് ബ്രേക്ക് പെഡലിൻ്റെ മുകളിൽ വെക്കണം. ഓക്കെ, ബ്രേക്ക് പെഡൽ എന്ന് പറഞ്ഞതിന് പുറത്താണ്. അപ്പോൾ അതിൽ ചവിട്ടാൻ പറ്റുന്ന രീതിയിൽ അവിടെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പെഡലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൻ്റെ മുകളിലേക്ക് കാല് വയ്ക്കുക. കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ കാലുകൊണ്ട് പിടിക്കുന്നതാണ്. അപ്പോൾ സ്കൂട്ടിയിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ സ്കൂട്ടിയൊക്കെ കയ്യിലായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ചെറിയൊരു തപ്പലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു നമ്മൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. സോ അതൊന്നും വിചാരിക്കരുത്. എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓടിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്നും വിചാരിക്കരുത്. എന്ത് ചെയ്യുക, ഒരു കൺഫ്യൂഷൻ വരുത്തരുത്. ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് ശേഷം ബ്രേക്കിൻ്റെ മുകളിൽ ഞാൻ കാല് വെച്ചിട്ടുണ്ട്. ചവിട്ടിയിട്ടൊന്നുമില്ല, വെറുതെ വെച്ചാൽ മതി. ഓക്കെ, അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ക്ലച്ച് പതുക്കെ വിടുക. ഓക്കെ, ക്ലച്ച് പതുക്കെ വിടാൻ പാടുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പതുക്കെ വിടാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് വിട്ട് കഴിഞ്ഞാൽ നേരത്തെ പോലെ വണ്ടി നോക്കാം. ഓക്കെ ആണല്ലോ. അതിനുശേഷം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഒരു ജർക്കിങ് പോലെ നിങ്ങൾക്ക് തോന്നും. അതുവരെ നിങ്ങൾ വിടരുത്. ഓക്കെ, ഒരു ജർക്കിങ് പോയിന്റ് വരും. ആ ജർക്കിങ് പോയിന്റിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലേശം ആക്സിഡൻറ്റ് കൊടുക്കും. നല്ല കൊടുക്കരുത്, നല്ല കൊടുത്തു കഴിഞ്ഞാൽ എന്താ വിഷയം, ക്ലച്ച് പിടിച്ചത് കൊണ്ട് തന്നെ വെറുതെ ആക്സിഡൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലേശം ആക്സിഡൻറ്റ് കൊടുക്കുക. ഓക്കെ, ലേശം ആക്സിഡൻറ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലച്ച് മെല്ലെ വിടുക. ക്ലച്ച് മെല്ലെ ഇങ്ങനെ വിട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഓക്കെ, ലേശം ആക്സിഡൻറ്റ് കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണേ, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യണേ. ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ജർക്കിങ് വരുന്നുണ്ട്. നമുക്ക് വണ്ടി പോകാൻ റെഡി ആയി എന്ന് വണ്ടി തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക, ലേശം ആക്സിഡൻറ്റ് കൊടുക്കുക. വണ്ടി മൂവ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്ലച്ചിന് കൈയെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, മെല്ലെ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ പോവുക. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ടിലാണ്. സോ ഗ്രൗണ്ടിൽ നമുക്ക് ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു അപാകത ഉണ്ട്. അപാകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ദൂരെ ലോങ് ആയിട്ട് നല്ല സ്പീഡിൽ ഓടിക്കാൻ കഴിയില്ല. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ വരെ എന്ത് ചെയ്യുക, ഓടിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അത് ഒഴിഞ്ഞ റൂട്ടിലൂടെ എന്ത് ചെയ്യുക, പഠിക്കാൻ ഗിയറുള്ള വണ്ടികൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ തന്നെ പഠിച്ചാൽ മതി. നല്ല ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ, നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ സുഖമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോകുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ്. സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റാൻ പോവാണ്. സെക്കൻഡ് ഗിയറിൽ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ എന്ത് ചെയ്യുക, ഒന്ന് കൈയെടുത്തില്ല, ഒന്ന് ലൂസായി കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് ഫുള്ള് പിടിക്കുക. എന്ത് ചെയ്യുക, താഴത്തോട്ട് തട്ടുക. ഓക്കെ, ഇതിൻ്റെ ഗിയർ ഫുള്ള് താഴോട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് തട്ടാൻ പറഞ്ഞത്, താഴത്തോട്ട് തട്ടാൻ പറഞ്ഞത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് വിടുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുന്നു, സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം മതി എന്ത് ചെയ്യുന്നത്, മെല്ലെ ക്ലച്ച് വിടുന്നത്. നമ്മൾ റണ്ണിങ്ങിലാണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമില്ല. അഥവാ ഗിയർ മാറ്റുക, ക്ലച്ചിൽ നിന്ന് വിടുക, ആക്സിലേറ്റർ കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഗിയർ മാറ്റണമെങ്കിൽ ആദ്യം ക്ലച്ച് പിടിക്കുക, ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് വിടുക, ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഗിയറിലാണ്. ഞാൻ പോകുന്നത് തേർഡിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ തേർഡിലോട്ട് മാറ്റണമെങ്കിൽ കുറച്ച് സ്പീഡ് വേണം നമുക്ക്. ഓക്കെ, ആ സ്പീഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് സെക്കൻഡിലേക്ക് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വളവ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് തേർഡിലോട്ടാണ്. തേർഡിലോട്ട് എന്ത് ചെയ്യണം, കുറച്ച് സ്പീഡിൽ പോയിട്ട് അതിന് ശേഷം ആക്സിലേറ്റർ ഒന്ന് ലൂസാക്കുക, ക്ലച്ച് പിടിക്കുക, ഇതിൻ്റെ ഗിയർ തേർഡിലോട്ട് ഇടുക, മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുക. അതിന് ശേഷം ക്ലച്ചിൽ വിടുക, ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ, സിമ്പിൾ പ്രോസസ്സ് അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഈ വണ്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ തന്നെ പോയി പഠിക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം അടുത്ത മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മളൊരു മുന്നിലൊരു വണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. സോ നമ്മൾ ക്ലച്ചോ അല്ലെങ്കിൽ ക്ലച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാം. തേർഡ് ഇപ്പോൾ ഇനിയൊരു ഗിയറും കൂടി ഉണ്ട്, ഫോർത്ത് എന്ന് പറയുന്നത്. അതിനൊരു സ്പീഡ് നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ
ഞാൻ എന്ത് ചെയ്യാന്നുണ്ട് ഫോർത്തിലേക്ക് ഇടുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തിട്ട് പക്ഷേ അതിനനുസരിച്ച് സ്പീഡ് ഇവിടെ വേണം. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി നമുക്ക് നിർത്തുകയാണ്. നമ്മൾ ഇത്രയും ഗിയറിലിട്ടു, നമുക്ക് വണ്ടി നിർത്തണം. ഓക്കെ, ഇപ്പം നമ്മളെ ഗിയർ എന്ന് പറയുന്നത് തേർഡിലാണ് കിടക്കുന്നത്. സോ ഈ ഗിയറിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വണ്ടി നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ വണ്ടി നിർത്താം, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വണ്ടി നിർത്തണതിന് അത് ഏത് ഗിയറിലും ആയിക്കോട്ടെ, വണ്ടി നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മെത്തേഡേ ഉള്ളൂ. ആദ്യം ക്ലച്ച് ഫുള്ള് പിടിക്കുക. ഓക്കെ, ക്ലച്ച് ഫുള്ള് പിടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. മെല്ലെ ബ്രേക്കിലോട്ട് കാല് വയ്ക്കുക. ഓക്കെ, മെല്ലെ ബ്രേക്കിലോട്ട് കാല് വെച്ചതിന് ശേഷം ക്ലച്ച് ഫുള്ള് പിടിക്കുക. ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ട് ബ്രേക്ക് ഫുള്ള് അമർത്തുക. ഓക്കെ, ആ സമയത്ത് ആക്സിലേറ്റർ നമ്മൾ കൊടുക്കരുത്. ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കരുത്. ഓക്കെ, ആക്സിലേറ്ററിന് വിടുക. ഓക്കെ, ഇപ്പോൾ വണ്ടി നിന്നു. ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് 3ാമത്തെ ഗിയറിലാണ്. ഇനി നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയറിലോട്ട് വരണം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്രലിലോട്ട് വരിക. ഓക്കെ, ന്യൂട്രൽ ഗിയറിലോട്ട് ആക്കുക. അപ്പോൾ അതാ വണ്ടി ന്യൂട്രലാണ്. ന്യൂട്രലാണ് എങ്ങനെ അറിയാം? വണ്ടി നീങ്ങില്ല. ക്ലച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വണ്ടി നീങ്ങില്ല. അതാണ് ന്യൂട്രൽ ഗിയർ എന്ന് പറയുന്നത്. വണ്ടി എവിടേക്ക് നീങ്ങില്ല, അവിടെ തന്നെ നിൽക്കും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുക. ക്ലച്ച് ചെയ്യാൻ പിടിച്ചു, ഫസ്റ്റിലോട്ട് ഇട്ടു. മെല്ലെ ക്ലച്ച് വിട്ടു. മെല്ലെ വിടാൻ പാടുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പതുക്കെ ക്ലച്ച് വിടാൻ പാടുള്ളൂ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും അല്ലെങ്കിൽ ക്ലച്ച് അല്ലെങ്കിൽ ഗിയർ മാറ്റിയതിന് ശേഷം ക്ലച്ച് പെട്ടെന്ന് വിടുക, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി മെല്ലെ വിടുക. ഓക്കെ, മെല്ലെ വിട്ടിട്ട് അതിനനുസരിച്ച് ആക്സിലേറ്റർ ലേശം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നീങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഓടിക്കേണ്ട വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലച്ച് ഒന്ന് കൈ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂട്രാക്കിട്ട് വെക്കുക. അതിനുശേഷം ചെയ്യുക, സ്വിച്ച് ഓഫ് ആക്കുക. ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് എടുക്കണവർ ഇങ്ങനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ പതുക്കെ, അല്ലെങ്കിൽ ഒഴിഞ്ഞ ഗ്രൗണ്ട്, അതേപോലെ തന്നെ ആരുമില്ലാത്ത നമ്മളെ സ്ഥലം, അല്ലെങ്കിൽ എന്താ ചെയ്യുക റോഡ്, അങ്ങനത്തെ സ്ഥലങ്ങൾ യൂസ് ചെയ്യുക. മാക്സിമം റോഡിൽ പോകാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പിൽ എന്ത് ചെയ്യുക? പഠിക്കാൻ ആദ്യം ശ്രമിക്കുക. അതിനുശേഷം ഇങ്ങനെ എന്ത് ചെയ്യുക? ചെറിയ റോഡ് കൂടി ഓടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച്, അതേപോലെ തന്നെ ബ്രേക്ക്, ആക്സിലേറ്റർ, ഈ 3 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.